ഭൂമിയിൽ അത്യുഷ്ണമുണ്ടാവുകയും തന്മൂലം മനുഷ്യർ മരിക്കുകയും ചെയ്യും. വെളിപ്പാട് 16:18 നമുക്കിത് കാണാൻ സാധിക്കും. ഇന്ന് ലോകം ഈ പ്രതിഭാസത്തിന്റെ പ്രാരംഭ ദശയിൽ എത്തിയിരിക്കുകയാണ്. സൂര്യപ്രകാശത്തിലൂടെ താഴെ എത്തുന്ന ചൂടിൽ ഒരളവ് വരെ മാത്രം ഭൂമി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ പലതരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകും. ചൂടിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയെ ജീവയോഗ്യമാക്കി തീർക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രം മാറിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് വ്യവസായശാലകളും മോട്ടോർ വാഹനങ്ങളും പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ ആദിയായ വാതകങ്ങളും രാസവസ്തുക്കളും ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷത്തിൽ കോട്ട പോലെ തങ്ങി നിൽക്കുകയും അധികമുള്ള ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിൽ തന്നെ ചുറ്റി നിൽക്കുന്ന ഈ ചൂട് ഭൂമിയെ പൊള്ളിക്കാൻ തുടങ്ങുന്നതിന്റെ സൂചനകൾ നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഓരോ വർഷവും കൂടി വരുന്ന ഉഷ്ണം, കാലം തെറ്റിയെത്തുന്ന മഴകൾ, നോക്കി നിൽക്കുമ്പോൾ വറ്റി വരണ്ടു പോകുന്ന പുഴകളും കിണറുകളും ഇവയെല്ലാം ഇതിന്റെ തിക്തഫലങ്ങളാണ്. 1988 ജൂണിലാണ് അമേരിക്കയിലെ 45 നഗരങ്ങൾ അത്യുഗ്രമായ ചൂടിൽ കിടന്നു പിടഞ്ഞത്. ഈ നൂറ്റാണ്ടിന്റെ മധ്യഭാഗമാകുമ്പോഴേക്കും ഭൂമിയിലെ ശരാശരി താപനില ഇന്നുള്ളതിൽ നിന്നും 4-5 ഡിഗ്രി കൂടി ഉയരുമെന്നാണ് സൂചന. അങ്ങനെയായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീതിജനകമാണ്. മഞ്ഞു മൂടിയ ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞുരുകി ഭൂമിയിലെ ചൂട് പിടിച്ച കടൽ വെള്ളം 6 അടിയോളം ഇനിയും ഉയരും. ലോകത്തിലെ ഒട്ടുമിക്ക തീരപ്രദേശങ്ങളും ദ്വീപുകളും അതോടെ വെള്ളത്തിലാകും. ബോംബെ, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളെല്ലാം മുഴുവനായോ ഭാഗികമായോ കടലിനടിയിലേക്ക് താണുപോകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നത്.